ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്താലും മതിയാവും. മൈദയാണ് കേട്ടോ ഗോതമ്പ് പൊടിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സിന് പകരമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു കട്ടിക്കാണ് ബാറ്റർ വേണ്ടത്. പിന്നെ അത്യാവശ്യം നല്ല പൊങ്ങിയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് ബ്രെഡാണ്. ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ ഓരോ ബ്രെഡും 3 കട്ട് ചെയ്തെടുക്കാം. സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊന്നും മാറ്റണമെന്നില്ല, ഇങ്ങനെ തന്നെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ചും കൂടെ ഭംഗിക്ക് വേണമെങ്കിൽ ബ്രൗൺ പാർട്ട് മാറ്റിയിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാതും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ ഓരോ പീസ് ബ്രെഡ് ഈ ഒരു മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നല്ല കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാം. പിന്നെ പുറം ഭാഗം കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.